Rohini. Rohini and Saurav. Saurav. You are actually from UP. Yeah, we are from UP, but we came from Bangalore. I work there. You are working there at Bangalore, both of you. Yeah. Yeah, okay, that's nice. Thank you. Anyway, this is good. Okay, thank you. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഗസാലി ട്രിപ്സ്. ഗസാലി ട്രിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കുറുമ്പാലക്കോട്ടയിലാണ്. വയനാട് ജില്ലയിലുള്ള വളരെ പ്രസിദ്ധമായ കുറുമ്പാലക്കോട്ടയിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 5 മണിയായി. ഇന്നലെ രാത്രി ഏതാണ്ട് കിടന്നപ്പോൾ തന്നെ ഏതാണ്ട് 1 മണി കഴിഞ്ഞു. അപ്പോൾ രാവിലെ 4 മണിക്ക് പോയാലാണ് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുക. 5 മണിക്ക് മുമ്പായിട്ട് മല കയറി പോകണം. ഇപ്പോൾ സമയം 4:55 നമ്മൾ കുറേ നേരമായി വിളിക്കുന്നു, അവന്മാർ ഒരൊട്ടും എണീക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും ചവിട്ടി എണീപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു സുലൈമാനി, വയനാടിൻ്റെ നല്ല തണുപ്പിൽ നല്ലൊരു സുലൈമാനിയൊക്കെ കുടിച്ച് എല്ലാവരും ഫ്രഷായി റെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് അപ്പോൾ നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 4:55. ഇന്നലെ കുറുമ്പാലക്കോട്ടയ്ക്ക് പോകാൻ വേണ്ടി അതിരാവിലെ പോവേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇത് നസീം, ബർജീഷ്, അവിടെ സെയ്തുണ്ട്, കാണിക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ വയനാട്ടിൽ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 18 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് കുറുമ്പാലക്കോട്ടയ്ക്ക്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. ഇതൊരു ചെറിയൊരു ട്രാവൽ ബാഗാണ്. 220 രൂപ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. കൊള്ളാനേ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. നമ്മൾ പോവാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഇറങ്ങി കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വണ്ടി കയറി, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മൾ ഉള്ളത് കണ്ടത്തുവൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ ഇതാണ് ഡ്രൈവർ, സെയ്ദാണ്. സെയ്ദ് നമ്മുടെ അപ്പോൾ സംഗതി നമ്മുടെ സെയ്ദിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. സെയ്ദ് പുതിയൊരു കാർ എടുത്ത്, ആ കാർ എടുത്തതിൻ്റെ അവൻ്റെ ചിലവാണ് ഈ ട്രിപ്പ്. ഇന്നത്തെ കംപ്ലീറ്റ് ചിലവ് ഇന്നോവ. അപ്പോൾ അവൻ്റെ കംപ്ലീറ്റ് ചിലവ് അവൻ്റെ വക തന്നെയാണ്, കാറിൻ്റെ ചിലവ്. അപ്പോൾ നമ്മൾ വെണ്ണിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇനി പോകാനുണ്ട്. നമ്മൾ ചെറിയൊരു പ്രെയർ ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. മുന്നോട്ട് പോകാം.
അപ്പോൾ നമ്മൾ കുറുമ്പാലക്കോട്ടയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 3/4 കിലോമീറ്റർ നടക്കാനുണ്ട്. ചെങ്കുത്തായിട്ടുള്ള കയറ്റമാണ്. അപ്പോൾ താഴെ നമ്മൾ വണ്ടി പാർക്കിങ്ങിലിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങി. പാർക്കിങ്ങൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്, പ്രൈവറ്റ് പേഴ്സൺസാണ് പിന്നെ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 40 രൂപ 20 രൂപയ്ക്ക് അവർ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. ബാക്കി നമുക്ക് നടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. ഏതാണ്ട് ഒരു 3/4 കിലോമീറ്റർ നമ്മൾ ചെങ്കുത്തായ കയറ്റം കയറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. ചെറിയ പാറകളൊക്കെ കാണാം. എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചു. ഓക്കെ, നമ്മുടെ ബർജീഷ് ഗൾഫുകാരാണ്, കൂടുതൽ ക്ഷീണം അദ്ദേഹത്തിനാണ്. ഉള്ള മട്ടനും മന്തിയൊക്കെ അടിച്ച് കയറ്റിയിട്ട് കൊളസ്ട്രോൾ പിടിച്ച് വന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോവാം. ഇനിയും കുറച്ച് 1-2 സ്റ്റേജ് കൂടെ കയറാനുണ്ട്. മുകളിലേക്ക് പോവാം. നമ്മൾ അറ്റ് ടോപ്പ് എത്തി. ആളുകളൊക്കെ ഇവിടെ തമ്പടിച്ച് കൂടിയ ആളുകളൊക്കെയാണ്. ബാക്കിൽ നമുക്ക് ടെൻ്റൊക്കെ കാണാം. ഈ ഭാഗത്തൊക്കെ നിറയെ ആളുകളാണ്. അയ്യോ, ഇവിടെ ചെറിയൊരു പിന്നെ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത പോലെ, ഫിലിമിനൊക്കെ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത പോലെ ഇവിടെ കഫ്തീരിയ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ടീ സ്റ്റാളുകളൊക്കെ ഈ ഭാഗത്ത് കാണാം. നല്ല ചുടുകാപ്പി, നല്ല പ്രഭാതത്തിൽ ഈ തണുപ്പത്ത് നല്ലൊരു ചുടുകാപ്പിയൊക്കെ വിൽക്കുന്ന കച്ചവടക്കാർ അവിടെയുണ്ട്. നിറയെ ആളുകളാണ്. ഇവിടെ ഒരു ചെറിയൊരു ടീ സ്റ്റാളുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത നല്ല പഴയ റേഡിയോ ഒന്ന് പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വെച്ച്. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ സൺറൈസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വ്യൂ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ, ലാലിച്ചൻ ചേട്ടൻ പ്രത്യേകം പറയാൻ പറഞ്ഞു. ലാലിച്ചൻ ചേട്ടനെ കാണാം നമുക്ക്. ചേട്ടൻ ഇവിടെ എത്ര കാലമായി? 30 വർഷം. ഇവിടെ കുറുമ്പാലക്കോട്ടയിലോ? കുറുമ്പാലക്കോട്ട 30 വർഷം. 30 വർഷമായിട്ട് ഇവിടെ ആളുകൾ? ഇല്ല, എന്റെ സ്ഥലം ഇവിടുന്ന് താഴോട്ടുള്ളതാ. അതെ. ഇപ്പൊ അങ്ങനെ സീസൺ ആണോ? ഇപ്പൊ 1 വർഷം ആവുന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ട് ഈ സമ്പ്രദായം ഇവിടെ ആയിട്ടും 9 മാസം ആയതേ ഉള്ളൂ. ഞാൻ 30 വർഷം കൊണ്ട് ഇവിടെ എന്റെ ഈ സ്ഥലത്ത് തൊട്ടതിന് പോലെ എന്റേതാണ്. താഴോട്ടുള്ള സ്ഥലം ഒരു 2 ഏക്കർ സ്ഥലം എനിക്കുണ്ട്.
ഇപ്പൊ അത്യാവശ്യം ചെറിയ തോതിൽ കച്ചവടം, ഇപ്പൊ കച്ചവടം കൂടിക്കൊണ്ട് കുറഞ്ഞു വരുവാണ്. ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ അല്ലേ, ഇപ്പൊ കൂടുതൽ ആളുകൾ വരും. കൂടുതൽ ആൾ വന്നുകൊണ്ടിരിക്കട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. ഞാനും എന്റെ ഭാര്യയായി നിൽക്കുന്നത്. ഞാനും എന്റെ ഭാര്യ ഇവിടെ തന്നെ 24 മണി ഞങ്ങൾ ഇവിടെ തന്നെയാണ്. താമസമൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ്. ഞാനും ഭാര്യ മാത്രമല്ല ഇവിടെ. ലാലിച്ചൻ ചേട്ടൻ ഇവിടെ തന്നെ താമസിച്ച് കച്ചവടം ചെയ്യുന്ന ആളാണ്. 24 മണിക്കൂർ ഇവിടെ ഉണ്ടാവും. രാത്രിയൊക്കെ ടെന്റ് അടിച്ച് നിൽക്കുന്നവരൊക്കെ ലാലിച്ചൻ ചേട്ടന്റെ ചായ കുടിക്കാം. 30 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളാണ് അല്ലേ. അപ്പൊ ലാലിച്ചൻ ചേട്ടന് നല്ല ബിസിനസ് ഒക്കെ നടക്കട്ടെ. സീസണൊക്കെ പ്രത്യേകം നമ്മുടെ ഗസാലി ട്രിപ്സിന്റെ പ്രത്യേക ആശംസകൾ നേരുകയാണ്. ക്രിസ്മസിന്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടെ ശരത്തുണ്ട്. ശരത്ത് നമ്മുടെ കൂടെ WM കോളേജിലുള്ള നമ്മുടെ ഒരു സർഗ്ഗപ്രതിഭയാണ്. നന്നായി ചിത്രം വരക്കുന്ന, കാർട്ടൂൺ വരക്കുന്ന, അതുകൊണ്ട് ക്ലേ മോഡലിംഗ് ചെയ്യുന്ന ശരത്താണ്. നമ്മുടെ സോണൽ കലോത്സവങ്ങൾക്കൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ശരത്തിനെ ഇവിടെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയതാണ്. വളരെ സന്തോഷം. ഞാനിപ്പോൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ഓക്കെ, വൈഫൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് ശരത്ത് വന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ. ഓക്കെ, നമ്മൾ വയനാട്ടുകാരൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ എത്തുന്നത്. പക്ഷേ ഞങ്ങൾ കയറി വരുമ്പോൾ ചെന്നൈ, ഹൈദരാബാദ് എന്നുള്ള ആളുകളൊക്കെയാണ് ഞങ്ങൾ കയറി വരുമ്പോൾ കണ്ടത്. ഇതിന്റെ പ്രത്യേകത ഇത്രയും കാലം വയനാട്ടിൽ ജീവിച്ചിട്ട് മനസ്സിലാക്കാൻ ഇല്ല, അത് സത്യം. നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ ഉള്ള വീഡിയോ, ന്യൂസിലൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം അറിയുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 10-20 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് ഈ സ്ഥലം ഉള്ളത്. കാണാം. ഇതൊക്കെ സൺറൈസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇവരൊക്കെ. നിങ്ങൾ എവിടെ നിന്നാണ്? കോഴിക്കോട്. എവിടെ? ബാലുശ്ശേരി എന്ന് വന്ന സുഹൃത്തുക്കളാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്ന് വന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇന്ന് രാവിലെ മല കയറി വന്നവരാണ് സൺറൈസ് കാണാൻ വേണ്ടി. എവിടുന്നാണ് കേട്ടത് കുറുമലക്കോട്ടയെ കുറിച്ച്? കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് കാണാൻ വന്നതാണ്. എവിടുന്ന കേട്ടത്? ഇങ്ങനെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടത്. കംസനോ? നമ്മുടെ ഇതിഹാസത്തിലെ കംസനൊന്നുമല്ലല്ലോ. ഇതിഹാസ കഥാപാത്രമാണ്. ഓക്കെ. അപ്പോൾ നമ്മളെ ഒരു യൂട്യൂബ് ചാനലാണ്, ഗസാലി സെർച്ച് ചെയ്ത് അങ്ങ് കാണാം. യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അടുത്ത എപ്പിസോഡ്. നിറയെ ആളുകളാണ്. ഇതൊക്കെ സൺറൈസ് കാണാൻ വേണ്ടി വന്ന ആളുകളാണ്. നോക്കിയേ, 100 കണക്കിന് ആളുകൾ ഇതുപോലെ ഇങ്ങനെ ടെൻ്റ് അടിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ വലിയ പ്രതീക്ഷയിൽ ഇപ്പോൾ സൂര്യൻ വിചാരിച്ച് നിൽക്കുകയാണ്. സമയം 6:45. ഇതുവരെ സൂര്യൻ്റെ കിരണങ്ങളൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷെ വളരെ ക്ഷമയോടുകൂടെ ഇങ്ങനെ കാത്തിരിക്കുന്ന സഞ്ചാരികളാണ്. 100 കണക്കിന് ആളുകൾ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. 100 കണക്കിന് ആളുകളാണ് പല ദിക്കിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളത്. കാസർഗോഡല്ലേ? അതെ. കാസർഗോഡ് എവിടെയാ? ടൗണിൽ തന്നെ. നമ്മുടെ കാസർഗോഡുള്ള കുറച്ച് സുഹൃത്തുക്കളാണ്. അവരുടെ സ്ലാങ് കേട്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ് കാസർഗോഡാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ എത്തി ഇവിടെ? ഇവിടെ ടെൻ്റ് അടിച്ചോ? മുകളിൽ തന്നെ.
ടെൻ്റ് അടിക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കേട്ട് പോലീസ് ഓടിക്കുന്നുണ്ട് കുറച്ചൊരു അഡ്വഞ്ചറസ് ആണ്. അപ്പോൾ ഇതൊക്കെ കൺവെട്ടിച്ച് ടെൻ്റൊക്കെ അടിച്ച് താമസിച്ചു. ഇന്ന് സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഓക്കെ, 7 മണിയായിട്ടോ, 7 മണിയായിട്ട് സൂര്യൻ ഇതുവരെ ഉദിച്ചിട്ടില്ല. പേര് നബീൽ. എന്ത് ചെയ്യുന്നത്? ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതാ ഡിഗ്രി? ഏതാ കഴിഞ്ഞത്? BBM. ഹസ്രത്തോ? ബിടെക് ഏതാ? ഇലക്ട്രോണിക്സ്. നിങ്ങൾ? അനസ്. ഏതാ കഴിഞ്ഞത്? ഏതാണ്? ഇലക്ട്രിക്കൽ. 2 എഞ്ചിനീയർമാരുണ്ട്, ഒരു ഡിഗ്രിക്കാരനുണ്ട്. അവർ ജസ്റ്റ് ബാച്ച് ഔട്ട് ആയതേ ഉള്ളൂ അല്ലേ? അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് വരും. അറ്റ് ലാസ്റ്റ് സൂര്യൻ കണ്ടു. അതിൻ്റെ ആവേശത്തിലാണ് മുഴുവൻ ആളുകൾ അവിടെ നിൽക്കുന്നത്. എല്ലാ ആളുകളും ഇത് അവിടെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. സൂര്യൻ അവിടെയാണ് ഉദിച്ചത്. നമുക്ക് അങ്ങോട്ട് പോവാം. നീണ്ട 1 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം സൂര്യൻ ഉദിച്ചു. മുഴുവൻ ആളുകളും കണ്ടോ തൻ്റെ മൊബൈൽ ക്യാമറ ഒക്കെ എടുത്ത് അത് ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണ്. കുറുമ്പാലക്കോട്ടയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഫസ്റ്റ് പാർട്ടാണ്. സമയം ദീർഘിച്ചതുകൊണ്ട് തൽക്കാലം 1ാമത്തെ പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത പാർട്ടിലാണ് കുറുമ്പാലക്കോട്ട അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു എപ്പിസോഡാണ് അടുത്തത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.